ബദർ അത് കേവലം ഒരു യുദ്ധമായിരുന്നില്ല, മറിച്ച് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിച്ചു തന്ന ഒരു വലിയ പാഠപുസ്തകമായിരുന്നു. ഒരു വശത്ത് സർവസന്നാഹങ്ങളുമായി വന്ന 1000-ഓളം വരുന്ന ശത്രുക്കൾ, മറുവശത്ത് ആയുധങ്ങളോ വാഹനങ്ങളോ ഇല്ലാത്ത കേവലം 313 പേരടങ്ങുന്ന വിശ്വാസികളുടെ ചെറിയ സംഘം. പക്ഷേ അവരുടെ പക്കൽ മറ്റാർക്കുമില്ലാത്ത ഒന്നുണ്ടായിരുന്നു: അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. പരാജയപ്പെടുമെന്ന് തോന്നുന്ന ഘട്ടത്തിലും അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്ന വിശ്വാസിക്ക് തോൽക്കാൻ കഴിയില്ലെന്ന് ബദർ നമ്മെ ഓർമ്മിപ്പിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി വിതുമ്പിക്കരഞ്ഞു പ്രാർത്ഥിച്ചു: അല്ലാഹുവേ, ഈ ചെറിയ സംഘം ഇന്ന് തകർക്കപ്പെട്ടാൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാകില്ല. ആ തേട്ടം ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു. മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ബാക്കി അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന തവക്കുലാണ് അവിടെ നാം കണ്ടത്. മലക്കുകളെ ഇറക്കിയും ശത്രുക്കളുടെ ഹൃദയത്തിൽ ഭയം നിറച്ചും അല്ലാഹു ആ കൊച്ചു സംഘത്തെ വിജയത്തിലേക്ക് നയിച്ചു. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർ എണ്ണത്തിൽ കുറവാണെങ്കിലും വിജയം അവർക്കൊപ്പമായിരിക്കുമെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ബദറുകളുണ്ട്. പ്രതിസന്ധികൾ വരിഞ്ഞു മുറുക്കുമ്പോൾ, വഴികളെല്ലാം അടഞ്ഞു എന്ന് തോന്നുമ്പോൾ, കൂട്ടിന് ആരുമില്ലെന്ന് ഭയപ്പെടുമ്പോൾ ബദർ നമുക്ക് പ്രകാശമാകണം. നമ്മുടെ ലക്ഷ്യം സത്യസന്ധമാണെങ്കിൽ, പ്രപഞ്ചനാഥനിലുള്ള വിശ്വാസം കൈവിടുന്നില്ലെങ്കിൽ, അദൃശ്യമായ സഹായങ്ങൾ നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും കരുതരുത്. ബദറിലെ നാഥൻ ഇന്നും നമ്മെ കേൾക്കുന്നുണ്ട്. സത്യത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുക, ബാക്കി അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക.